back to second part of second video of Relax. So ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ നാവിഗേഷൻ നോക്കണം. എങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം, എങ്ങനെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിലോട്ട് ഒബ്ജക്ട്സിൽ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളതും നമുക്ക് നോക്കാനുണ്ട്. സോ അതിനാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമ്മളിപ്പോൾ നോർമലി നമ്മൾ പ്രോജക്റ്റ് ഇൻസേർട്ട് ചെയ്തു, അല്ലെങ്കിൽ നമുക്ക് വേണ്ട പ്രോജക്റ്റ് ഡിസ്ക്രിപ്ഷൻസ് നമ്മൾ കൊടുത്തു. ഇനി നാവിഗേഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പാൻ ചെയ്യണം, നമുക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒബ്ജക്റ്റ് നമുക്ക് മൗസ് വീൽ കൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മൗസ് വീൽ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമുക്ക് പാൻ ചെയ്യാം. അതല്ല നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2Dയിൽ വന്നിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് നമ്മുടെ മേലെയുള്ള ടാബിൽ പോയി കഴിഞ്ഞാൽ അതിൽ 3D എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റ് 3D ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3D റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ കൺട്രോളോ അല്ലെങ്കിൽ ഷിഫ്റ്റോ ഒന്നും പ്രസ് ചെയ്യേണ്ട. ജസ്റ്റ് ഹോൾഡ് ദി ലെഫ്റ്റ് മൗസ് ബട്ടൺ ദെൻ റൊട്ടേറ്റ്. ഓക്കെ, ലെഫ്റ്റ് മൗസ് ബട്ടൺ മാത്രം നമ്മൾ കൊടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതിന് പകരം നമ്മളിപ്പോൾ ഒരു കൺട്രോൾ ഹോൾഡ് ചെയ്തിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുമെങ്കിൽ സൂം ഇന്നും സൂം ഔട്ടാണ് ആവാം. അതല്ല ഷിഫ്റ്റ് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പാൻ ആണ് ആവുന്നുണ്ടാവാം. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലെഫ്റ്റ് മൗസ് ബട്ടൺ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് 3Dയിൽ നിന്നും 2Dയിലോട്ട് മാറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ 3Dൻ്റെ കൂടെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ഫ്ലോർ പ്ലാൻ ഉണ്ട്, അത് പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് നമ്മൾ നാവിഗേഷൻസ് ഇതിൽ ചെക്ക് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇപ്പോൾ ഒബ്ജക്ട്സിൽ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കൊരു റൂമിൽ ചെയർ, വിൻഡോസ്, ഡോറ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വരുന്നുണ്ടാവും. അപ്പം അത് നമ്മൾ ചെയ്യുന്നത് ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിൽ നമുക്കിവിടെ 3D ഒബ്ജക്റ്റ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പോൾ 3D ഒബ്ജക്റ്റിൽ നിന്നും ഡീഫോൾട്ടായിട്ട് ഓൺ 3D ഒബ്ജക്റ്റ് ഉണ്ട്, അതല്ല ലോഡ് ഫ്രം റിലാക്സ് നെറ്റ് എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് 3D, അതായത് നമുക്ക് ഓൾറെഡി റിലാക്സിലുള്ള ഫോൾഡറിൽ നിന്നും നമുക്ക് കോപ്പി അല്ലെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് കൊണ്ടുവരാം. അതല്ലെങ്കിൽ നെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് റിലാക്സ് നെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ടും കൊണ്ടുവരാം. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമുക്ക് ഓൺ 3D എങ്ങനെ ഒബ്ജക്റ്റ് കൊണ്ടുവരാം എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ഓൺ 3D ഒബ്ജക്റ്റിൽ പോവാം. ഡീഫോൾട്ടായിട്ട് നമുക്കിവിടെ നിങ്ങൾ ഫസ്റ്റ് ടൈം ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സോ അതിന് നിങ്ങൾക്ക് ഇവിടെ മേലെ ഒരു ഫോൾഡർ കാണാൻ പറ്റും. ഈ ഫോൾഡറിലാണ് നമ്മൾ പോവേണ്ടത്. ഓക്കെ, ഈ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സി പ്രോഗ്രാം ഫയൽസ് 86ൽ റിലാക്സ് ഡെസ്ക്ടോപ്പ് ലൈബ്രറീസ് സ്റ്റാൻഡേർഡ് 35 ബ്ലോക്ക്. അപ്പോൾ .ബ്ലോക്ക് ആണ് ഇത് കേട്ടോ. ബ്ലോക്കിലാണ് നമുക്ക് ഈ ഫയൽ കാണുന്നത്. സോ അതിൽ നോക്കിക്കഴിഞ്ഞാൽ ചെയർ, ഓഫീസ് ചെയേഴ്സ്, ഓഫീസ് ഡെസ്ക് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആദ്യം ഡെസ്ക്, പല ടൈപ്പ് ഓഫ് ഡെസ്കുകളുണ്ട്, ഞാനിപ്പോൾ അതിലൊരു ഡെസ്ക് എടുത്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്ത് നമുക്ക് ക്ലോസ് ചെയ്യണം ഇവിടെ, എന്നാൽ മാത്രമേ നമ്മൾ ഡെസ്ക് ഇവിടെ വരുള്ളൂ. അപ്പോൾ നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതൊരു സ്നാപ്പ് പോയിന്റിലാണ് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് എടുത്തെടുത്ത് വരുന്ന പോയിന്റിൽ മാത്രമേ ഇത് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ, പ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്നാപ്പ് ഓഫ് ആക്കുക എന്ന് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് എന്ന് പറയുന്ന ടാബിൽ ഗ്രിഡ് സ്നാപ്പ് ഇവിടെ ഓൺ ആണ്. അതുകൊണ്ടാണ് ഗ്രിഡിൽ നമുക്ക് സ്നാപ്പ് കിട്ടുന്നത്. സോ അത് ഞാനിവിടെ അൺടിക്ക് ചെയ്തു. അപ്പം നമുക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെസ്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്പേസ് ബാർ ആണ് കൊടുക്കുന്നത്. സ്പേസ് ബാർ കൊടുത്ത് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് വന്ന് എന്ത് ചെയ്യണം, 3Dയിൽ കാണണം. അതിന് വേണ്ടിയിട്ട് 3Dയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇവിടത്തേക്കാണ് വന്നുള്ളത്, നമുക്ക് നേരെ ഓപ്പോസിറ്റ് വെക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട്, അപ്പോൾ ഇവിടെ നമുക്ക് സ്പേസ് ബാർ കൊടുത്തതിൽ റൊട്ടേറ്റ് ആവുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ടിൽ തന്നെ റൊട്ടേറ്റ് എന്ന് പറയുന്ന ടൂൾ കാണാം. റൊട്ടേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്കൊരു ബോക്സ് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ട്രയാഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ട്രയാഡിൽ നിങ്ങൾക്ക് ഓരോ 3 ലൈൻസ്, 3 സർക്കിൾസ് ഉണ്ട്. ആ ഓരോ സർക്കിൾസും ഓരോ ആക്സിസിനെ ബേസ് ചെയ്തിട്ടാണ് റൊട്ടേറ്റ് ആവുക. അപ്പോൾ എനിക്ക് വേണ്ടത് എന്താണ്, ടോപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ബ്ലൂ ആണ് സെലക്ട് ചെയ്യുന്നത്.
അതിന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സോറി, നമുക്ക് ഇതല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഇതാണ് കേട്ടോ. റെഡ് അല്ല, നമുക്ക് ഗ്രീൻ അല്ല. ഓക്കെ, ഇത് തന്നെയാണ്, ബ്ലൂ തന്നെയാണ്. ഓക്കെ, ബ്ലൂ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇത് കറക്റ്റിലല്ല ഇത് റൊട്ടേറ്റ് ആവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഈ ഗ്രിഡ് സ്നാപ്പ് ഓൺ ആക്കിയിട്ട് നമുക്ക് കാര്യമില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നേക്കാളും നല്ലത് നമുക്കൊരു ആംഗിൾ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, പ്രോജക്റ്റിൽ പോയിട്ട് ഇവിടെ നമുക്ക് പ്രോജക്റ്റ് ഡാറ്റ സെലക്ട് ചെയ്യാം. സോറി, പ്രോജക്റ്റ് ഡാറ്റ അല്ല, സോറി, നമുക്ക് വിൻഡോയിൽ പോയിട്ട് പ്രോജക്റ്റ് ഓൺ ആക്കാം. ഓക്കെ, ഇപ്പോൾ വിൻഡോയിൽ പോയിട്ട് പ്രോജക്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ടാബിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ അതിൽ പ്രോപ്പർട്ടി കൂടി ഓൺ ആക്കുക. പ്രോപ്പർട്ടി ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർട്ടി കിട്ടുള്ളൂ. നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ടാബിൾ നമുക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൽ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പൊസിഷൻ, അതിൽ റൊട്ടേഷൻ നമുക്ക് കാണാം. ഇപ്പോൾ 270 ഇത് എടുക്കുന്നത്. 270 മാറ്റി 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്കാണ് പോയിട്ടുള്ളത്. ദെൻ 0 മാറ്റിയിട്ട് ഞാൻ റൊട്ടേഷൻ 90 കൊടുത്തു. ഓക്കെ, 90 കൊടുത്തു. ഞാൻ ഇനി എന്ത് ചെയ്യാം, നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുവരാം. അപ്പം അതിന് സ്റ്റാർട്ടിൽ പോയിട്ട് മൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. മൂവ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ആക്സിസിനെ ബേസ് സ്നാപ്പ് പോയിന്റ് ഗ്രിഡിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മൂവ് ആവുന്നത്. ഞാനത് ഗ്രിഡ് സ്നാപ്പ് ഓഫ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ആക്സിസ് ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ലൈനിലോട്ട് പോകുമ്പോൾ ഒരു വൈറ്റ് ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യുന്ന ആ വൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഡ്രാഗ് ചെയ്യേണ്ടത്, എന്നാൽ മാത്രമേ മൂവ് ആവുള്ളൂ. അപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെലക്ട് ചെയ്തത് നമ്മുടെ പ്രോപ്പർട്ടി ഓൺ ആക്കിയതാണ്. വിൻഡോയിൽ പ്രോപ്പർട്ടി ഓൺ ആക്കി അതിൽ റൊട്ടേഷൻ 90 ഡിഗ്രി കൊടുത്തു. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങൾ വെക്കുന്നതിനനുസരിച്ച് വേണ്ടി വരും നിങ്ങൾ ആംഗിൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ 90 ഡിഗ്രിയാണ് കൊടുത്തത് മാത്രം. ഓക്കെ, നിങ്ങളുടെ പ്രൊജക്റ്റ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം, ഇതേ ആംഗിൾ ആയിരിക്കില്ല ചിലപ്പോൾ വരിക. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് മാറ്റാം. സോ നമ്മൾ ടാബിളായി. ഇനി നമുക്ക് ചെയേഴ്സുകൾ കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ട് 2Dയിൽ വന്നിട്ട് ഇൻസേർട്ടിൽ ഓൺ 3D ഒബ്ജക്റ്റിൽ തന്നെ ചെയേഴ്സ് ഉണ്ട്, ആഡ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ആഡ് ചെയ്തിട്ട് ഇവിടെ വെക്കാവുന്നതാണ്. മറ്റ് ചെയേഴ്സ് നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇവിടെയും വെക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്ത് Ctrl+C Ctrl+V കൊടുത്തു. ജസ്റ്റ് ഒന്ന് Ctrl+C കൊടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. വീണ്ടും ഇത് 4 കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്ത് 6 കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുന്നുണ്ട്. വീണ്ടും പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ 3Dയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ചെയേഴ്സുകളെല്ലാം നമുക്ക് ഒരുമിച്ച് അവിടെ വന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇനിയും ഇതിനുള്ളിൽ നമുക്ക് ഒരുപാട് ഒബ്ജക്ട്സുകൾ ഉണ്ട്. നമുക്ക് നിങ്ങൾക്ക് ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇനി എങ്ങനെയാണ് നമുക്കൊരു പ്രോജക്റ്റ് നെറ്റിൽ നിന്നും എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ടിൽ ലോഡ് ഫ്രം റിലക്സ് നെറ്റിൽ വരിക. അതിൽ നമുക്ക് നെറ്റ് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നെറ്റിൽ നിന്നും നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ടാബ് ഓപ്പൺ ആവും. റിലക്സ്, ഓക്കെ, relaxnet.relax.com ആണ് ഇതിൻ്റെ സൈറ്റിൻ്റെ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ഫോൾഡേഴ്സ് ഉണ്ടാവും. ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ പീപ്പിൾസ് ഉണ്ട്, 3D പീപ്പിൾസിൽ നിന്നും ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ സീറ്റിങ്ങിൽ ഇരിക്കുന്ന ഒരാളെ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കാം. അതല്ലെങ്കിൽ ഡൗൺലോഡ് അല്ലെങ്കിൽ ഓപ്പൺ റിലക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഓപ്പൺ റിലക്സ് കൊടുത്തു. അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ റിലക്സിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ റിലക്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പീപ്പിൾ നമുക്കിവിടെ കാണാൻ പറ്റും.
അപ്പോൾ അത് സെലക്ട് ചെയ്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഓരോരുത്തരെ വെക്കുന്നുണ്ട്. അത് ഒരുമിച്ച് ചെയറും പീപ്പിളും കൂടി ഒരുമിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ചെയ്താൽ മതിയായിരുന്നു. ഇതിൻ്റെ ഹൈറ്റ് ഞാൻ കൊടുത്തിട്ടില്ല. ഹൈറ്റ് കൊടുക്കാത്തതുകൊണ്ട് താഴെ ഇരിക്കുന്ന ഒരു ഷേപ്പ് ആയിരിക്കും മേ ബി ഉണ്ടാവുക. നമുക്ക് 3D ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് കറക്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് കറക്റ്റിൽ അവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് നോക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചു. അതായത് നമുക്ക് വേണ്ട ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഡോറും വിൻഡോ കൂടി നമുക്ക് വെക്കാനുണ്ട്. അതുകൂടി നമുക്ക് ഇതിൽ വെക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ടിൽ തന്നെ റൂം ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതിൽ വിൻഡോ ഉണ്ട്. ഞാൻ വിൻഡോ വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വിൻഡോ നിങ്ങൾ കറക്റ്റ് വാളിൽ തന്നെ കൊണ്ടുപോയി വെച്ചാൽ മാത്രമേ അത് വരുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പുറത്തേക്കായിരിക്കും കാണിക്കുക. അതുകൊണ്ട് നിങ്ങൾ വാളിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് കറക്റ്റ് വെക്കണം. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സൈസ് ഒക്കെ കുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പോയിന്റ് കാണാൻ പറ്റും. ഏറ്റവും കോർണറിൽ ഇതേപോലെ ഒരു റൗണ്ട് പോയിന്റ് കാണാൻ പറ്റും. ആ പോയിന്റിൽ പിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പോയിന്റിൽ കൊണ്ടുപോയി വെക്കുന്ന സമയത്ത് ഒരു ഏരോ മാർക്ക് കാണാൻ പറ്റും 2 ഭാഗത്തേക്ക്. അപ്പോൾ നിങ്ങളത് വരുന്ന സമയത്തിൽ നിങ്ങൾ ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്യാം. നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാവുന്നതാണ് ആ പോയിന്റ്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് വിൻഡോൻ്റെ സൈസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഡോറാണ് വേണമെങ്കിൽ ഡോറും സെലക്ട് ചെയ്തിട്ട് ഡോർ എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനി 3D ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഡോർ കാണാം നമുക്ക്. അതുപോലെ തന്നെ വിൻഡോയും കാണാം. ഓക്കെ, ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാനുള്ളത് ഈ ഡോറ്, വിൻഡോ, വാള് ഇതിനൊക്കെ മെറ്റീരിയൽ എങ്ങനെയാണ് നമുക്ക് അപ്ലൈ ചെയ്യുക, മെറ്റീരിയൽ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.